പ്രിയപ്പെട്ടവരെ, സ്കാൻഡിനേവിയൻ യാത്രയിൽ സ്വീഡനിലെ വിശേഷങ്ങളുമായി നാടോടി കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാരായണൻ കൂട്ടമൽ. സ്വീഡൻ്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലാണിത്. സ്റ്റോക്ക്ഹോമിൽ ഞങ്ങൾ ആദ്യം ചെന്നത് വാസ മ്യൂസിയത്തിലേക്കായിരുന്നു. നിർമ്മാണത്തിലെ അപാകതകൾ നിമിത്തം 1628 കന്നിയാത്രയിൽ തന്നെ മുങ്ങിപ്പോയ യുദ്ധക്കപ്പലാണ് വാസ. 333 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1961 അത് കടലിൽ നിന്നും പൊക്കിയെടുത്ത് ഇവിടെ സ്ഥാപിച്ചു. അന്ന് ആ കപ്പൽ ദുരന്തത്തിൽ മരിച്ചവർ ഉപയോഗിച്ച സാധന സാമഗ്രികൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കപ്പലിൻ്റെ മുൻഭാഗമാണിത്. സ്റ്റോക്ക്ഹോമിലെ ഏറ്റവും പുരാതനമായ സ്റ്റോട്ടോർഗെറ്റ് സ്ക്വയർ ആണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വീഡിഷ് അക്കാദമി, നോബൽ മ്യൂസിയം, നോബൽ ലൈബ്രറി തുടങ്ങിയവയൊക്കെ ഈ ചത്വരത്തിലാണുള്ളത്. വിവിധ വർണ്ണങ്ങളിലുള്ള കെട്ടിടങ്ങളുടെ ഒരു സമുച്ചയമാണ് സ്റ്റോട്ടോർഗെറ്റ്. സ്റ്റോട്ടോർഗെറ്റിലുള്ള നോബൽ മ്യൂസിയമാണിത്. ഇത് സ്റ്റോക്ക്ഹോമിലെ റോയൽ പാലസ് അഥവാ രാജകൊട്ടാരം. അതിനുള്ളിൽ നിന്നും ഒരു ഫോട്ടോ. ഇത് സ്റ്റോക്ക്ഹോമിലെ അതിപ്രശസ്തമായ സിറ്റി ഹാൾ. എല്ലാ വർഷവും ഡിസംബർ 10 നോബൽ സമ്മാന ജേതാക്കൾക്കുള്ള വിരുന്ന് സൽക്കാരം നടത്തുന്നത് ഇവിടെ വെച്ചാണ്. സന്ധ്യാസമയത്ത് സിറ്റി ഹാളിന് മുന്നിലുള്ള കായൽ തീരത്തിൻ്റെ മനോഹരമായ കാഴ്ച അല്പസമയം നമുക്ക് ആസ്വദിക്കാം. ഇത് സ്റ്റോക്ക്ഹോമിലുള്ള സ്വീഡൻ പാർലമെൻറ്റ് മന്ദിരം. സ്വീഡനിലെ കാൾസ്റ്റാഡ് പട്ടണത്തിലുള്ള ബ്രിഗേഡ് മ്യൂസിയമാണിത്. ഇത് അവിടെ സൂക്ഷിച്ചിട്ടുള്ള പിങ്ക് ടാങ്ക്. സ്വീഡിഷ് പട്ടാളത്തിൻ്റെ പഴയകാല യുദ്ധസാമഗ്രികൾ നമുക്കിവിടെ കാണാം. യൂറോപ്യൻ യൂണിയനിലെ തന്നെ ഏറ്റവും വലിയ തടാകമായ വാനേൻ തടാകത്തിൻ്റെ കരയിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ നാം കാണുന്നത്. 5650 സ്ക്വയർ കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണം. വാനേൻ തടാകവും കണ്ട് ഞങ്ങൾ നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിലേക്ക് യാത്രയായി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.